നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പരമ്പരാഗത വ്യവസായ രംഗമാണ് കയർ മേഖല. എന്നാൽ സംസ്ഥാനത്തിന് ഈ മേഖല ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മേഖലയെ അന്യം നിന്ന് പോകുന്നതിൽ നിന്നും സംരക്ഷിക്കാനും അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിനും വേണ്ടി ദേശീയ കയർ ബോർഡ് പരിസ്ഥിതി സൗഹൃദ നൂതന സാങ്കേതിക വിദ്യകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രംഗത്തിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ് തരാൻ വേണ്ടി കയർ ബോർഡിൻ്റെ സീനിയർ സയൻറ്റിഫിക് ഓഫീസറായ കയർ ബോർഡിന് കീഴിൽ വരുന്ന കേന്ദ്ര കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയൻറ്റിസ്റ്റായ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് സ്റ്റുഡിയോയിലുണ്ട്. നമസ്കാരം സർ. നമസ്കാരം സർ. നമ്മൾ ഈ ഒരു പരമ്പരാഗത രീതിയിലുള്ള അഴുക്കൽ പ്രക്രിയ ഒന്ന് വിശദീകരിക്കാമോ? കേരളത്തിലെ പരമ്പരാഗത വ്യവസായ രംഗമാണ് കയർ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, എനിക്ക് തോന്നുന്നത്, ഒരു ഫലവൃക്ഷത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ പേര് തന്നെ രൂപീകൃതമായിട്ടുള്ള ലോകത്തിൽ അത് കേരളത്തിന് മാത്രം അഭിമാനിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനൊരു വ്യവസായ രംഗമെന്ന് പറയുന്നത് ഏകദേശം ഭാരതത്തിലുടനീളം 7 ലക്ഷത്തിൽ പരം തൊഴിലാളികൾ പങ്കെടുക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ ഈ കേരള സംസ്കാരത്തിൻ്റെ ആ ഒരു പൈതൃകമായിട്ട് നിലകൊള്ളുന്നത് തൊണ്ട് വെള്ളത്തിലിട്ട്, കായൽ ജലത്തിലിട്ട് ഏകദേശം 6 മുതൽ 10 മാസം വരെ കാത്തിരുന്ന് അത് സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായിട്ട് അത് വേർതിരിച്ചെടുത്ത ആ പ്രക്രിയ, അതാണ് അഴുക്കൽ പ്രക്രിയ എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ദീർഘമായ കാലയളവാണ്. കാരണം മറ്റ് പ്രകൃതിദത്ത നാരുകളുമായിട്ട് ഇടകലരുമ്പോൾ ചകിരിനാര് കിട്ടാനുള്ള ദൗർലഭ്യതയ്ക്ക് അത് കാരണമായി. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചകിരിനാരൻ്റെ നാരനെ അടിസ്ഥാനമാക്കിയുള്ള ഈ വ്യവസായത്തെ ശരിക്കും ഒരു പ്രതിസന്ധിയിലാക്കിയതും ആ ഒരു പ്രവണത തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അഴുക്കൽ പ്രക്രിയ എന്ന് പറയുന്നത് ഏറ്റവും ഗുണമേന്മയുള്ള സുവർണ്ണ നാരിൻ്റെ ആവിർഭാവത്തിന് വഴിതെളിക്കുമെങ്കിലും ഈ ദീർഘമായ കാലയളവ് അതിനേക്കാൾ ഉപരി പരിസ്ഥിതി മലിനീകരണം. കാരണം തൊണ്ടിൽ കാണപ്പെടുന്ന ആ കറ, അതിൻ്റെ ശാസ്ത്രീയപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫിനോളിക് സംയുക്തങ്ങൾ അത് ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടെ സമ്മിശ്രമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും അഴുക്കൽ പ്രക്രിയയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം സംജാതമായി. അപ്പം നമ്മളൊരു നൂതന മാർഗ്ഗം അവിടെ ആവിഷ്കരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ ചകിരിനാരിന് മറ്റു പ്രകൃതിദത്ത നാരുകളിൽ നിന്നുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും ഏറ്റവും ദൃഢതയും ഉറപ്പവും കാഠിന്യമുള്ള ഒരു പ്രകൃതിദത്ത നാരെന്ന് പറഞ്ഞാൽ അത് ചകിരി തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അതിനേക്കാൾ ഉപരി മറ്റു സവിശേഷ ഗുണങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ ആ മൃദുത്വ സ്വഭാവം, ഏത് രൂപത്തിലേക്കും ഏത് ഭാവത്തിലേക്കും മാറ്റിയെടുക്കാവുന്ന അതിൻ്റെ ആ ഒരു പ്രത്യേക ഗുണവിശേഷം, അതുപോലെ തന്നെ ഫയർ റിട്ടാർഡൻസി, ജലത്തെ സ്വാംശീകരിച്ച് ആഗിരണം അബ്സോർബ് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഴിവുകൾ മറ്റ് പ്രകൃതിദത്ത നാരുകളിൽ നിന്നും തിരിച്ച് നമുക്ക് ഈ ചകിരിനാരിനെ കാണാൻ പറ്റും. അതായത് ശരിക്കും ഒരു നാളികേരത്തെ 80 ഗ്രാം ചകിരിനാരിനെ തരുന്നതായിട്ടാണ് എൻ്റെ ശാസ്ത്രീയമായ ഒരു വിശകലനം. ഇവിടെ ഈ കിട്ടുന്ന ചകിരിയെ മുഴുവൻ നമ്മൾ ശരിക്കും ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗപ്പെടുത്തുമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യവസായത്തെ മറികടക്കുവാൻ മറ്റൊരു വ്യവസായം ഒരുപക്ഷെ സംജാതമാവത്തില്ലായിരുന്നു. സർ, നമ്മൾ ഇത് റേറ്റിങ്ങിന് വേണ്ടി കുറേ തൊണ്ട് ചെയ്യലിന് ധാരാളം സമയം എടുക്കുന്നല്ലോ. എത്ര നാളാണ് സാർ എടുക്കുന്നതിന്? 6 മുതൽ 10 മാസം വരെയാണ് സാധാരണ. അപ്പം അതിപ്പോൾ ആ ഒരു പ്രൊസീജിയർ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മൊബൈൽ ഫൈബർ എക്സ്ട്രാക്ഷൻ ഇപ്പോൾ കയർ ബോർഡ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയുക? തീർച്ചയായിട്ടും അത് ശരിക്കും കയർ വ്യവസായ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു ശ്രദ്ധേയമായ ഒരു നേട്ടമാണ്. കാര്യം നമ്മൾ 6 മുതൽ 10 മാസം വരെ കാത്തിരുന്ന് തൊണ്ട് വെള്ളത്തിലിട്ട് അഴുക്കിയെടുക്കുന്ന അഴുക്കൽ പ്രക്രിയയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ശരിക്കും 10 സെക്കൻഡ് കൊണ്ട് തൊണ്ടിൽ നിന്ന് ചകിരി വേർതിരിച്ചെടുക്കാവുന്ന ഒരു നൂതന മെഷീനാണ് ഈ മൊബൈൽ ഫൈബർ എക്സ്ട്രാക്ഷൻ മെഷീൻ. ആ പേര് കേട്ടാൽ തന്നെ അറിയാം, ചലനാത്മകമായ തൊണ്ടടി യന്ത്രം എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ ഏത് ഭാഗത്തേക്ക് മൂവ് ചെയ്യത്തക്ക രീതിയിൽ ഒരു പെട്ടിവണ്ടിയെ കൊണ്ടുപോയി പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലാണ് അത് സജ്ജമാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരു തൊണ്ട് നമ്മൾ മെഷീനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കേവലം 10 സെക്കൻഡ് മാത്രം മതിയാകും അതിൽ നിന്ന് ഫൈബറും ചകിരിനാരും അതുപോലെ തന്നെ പിത്തും ചകിരിച്ചോറും വേർതിരിഞ്ഞ് വരുന്നത്. ഇത് നമുക്ക് ഡീസലിലും പ്രവർത്തിപ്പിക്കാം, അതുപോലെ തന്നെ നമുക്ക് വൈദ്യുതിയിലും പ്രവർത്തിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സാങ്കേതിക വിദ്യ കയർ ബോർഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ
അത് ശരിക്കും ലോകം അതിനെ അംഗീകരിക്കുകയും ശരിക്കും വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അവാർഡ് വിപ്പ് അവാർഡ് ആദ്യമായിട്ട് കയർ ഇൻഡസ്ട്രിക്ക് നേടിയെടുത്ത ഒരു കണ്ടുപിടുത്തം കൂടിയാണ് CCRAയുടെ കേന്ദ്ര കയർ ഗവേഷണ സ്ഥാപനത്തിന്റെ ഈ നൂതനമായ സാങ്കേതിക. സർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, കൃഷി ദർശനിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ മുരളി. മുരളി, എവിടെ നിന്നാണ്? പറഞ്ഞോളൂ സാറിനോട് ചോദിച്ചോളൂ. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ഞാൻ ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി എന്ന് വിളിക്കുകയാണ്. എന്റെ പേര് മുരളി. സാറേ, ഇപ്പോ ഈ കയറിന്റെ ജൈവ കൃഷിയുടെ പറ്റിയാണല്ലോ ഇപ്പൊ ഇവിടെ ചർച്ച വരുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അതിനെ പറ്റിയിട്ട് എനിക്ക് സാറിനോട് ചില ഡൗട്ടുകൾ ചോദിക്കാനാണ്. അതായത് ഈ ജൈവ കൃഷി നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ഇപ്പം സർക്കാർ പ്രാധാന്യം കൊടുത്തൊന്നും ഇവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിന് നമ്മുടെ ഈ തൊണ്ടിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ചകിരിച്ചോറിന്റെ അതിന്റെ പ്രസക്തിയെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സാർ ഞാൻ വിളിച്ചത്. തീർച്ചയായിട്ടും. ഇപ്പം രാസവളങ്ങളെ കൊണ്ട് മലീമസമായ നമ്മുടെ ഒരു കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും രാസവളങ്ങളെ പരമാവധി മാറ്റി നിർത്തിക്കൊണ്ട് ജൈവവളങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി തൊണ്ടിൽ നിന്ന് വേർതിരിഞ്ഞ് വരുന്ന ചകിരിച്ചോറ്, അതിൽ നിന്നുണ്ടാക്കുന്ന ജൈവവളം അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് കയർ ബോർഡ് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഇതിന്റെ സാങ്കേതികവിദ്യ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡെമോൺസ്ട്രേഷൻ വഴി. അതിനേക്കാൾ ഉപരി ഈ ചകിരിച്ചോറ് ജൈവവളവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന എല്ലാ വ്യക്തികൾക്കും കയർ ബോർഡ് അതിന്റെ സാങ്കേതികവും അതുപോലെ സാമ്പത്തികവുമായ സഹായങ്ങൾ കയർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട്. ഇപ്പൊ കൃഷി മേഖലയിൽ ഈ ചകിരിച്ചോറ് വളം ഇവിടെ അങ്ങനെ ഏതെങ്കിലും സ്ഥാപനങ്ങളോ വ്യക്തികളോ അങ്ങനെ കൊണ്ടുവരുന്നുണ്ടോ? തീർച്ചയായിട്ടും. കയർ ബോർഡിന്റെ നിയന്ത്രണത്തിൽ തന്നെ ഏകദേശം 20 മുതൽ 24 യൂണിറ്റോളം വ്യാവസായികമായിട്ട് ചകിരിച്ചോറ് ജൈവവളം ഉൽപ്പാദിപ്പിച്ച് ഇന്ന് വിതരണം ചെയ്തു വരുന്നുണ്ട്. അത് കേരളത്തിനകത്തും പുറത്തുമായിട്ട്. അതുമാത്രമല്ല, ഇതിന്റെ ഉപഭോഗമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. നമ്മൾ നഴ്സറികളിൽ നിന്ന് ഏതൊരു ചെടിയോ അല്ലെങ്കിൽ ഒരു തെങ്ങും തയ്യോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സസ്യങ്ങളോ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനമായിട്ട് യൂസ് ചെയ്യുന്നത് ശരിക്കും ഈ ചകിരിച്ചോറ് ജൈവവളം തന്നെയാണ്. അപ്പോൾ ചകിരിച്ചോറ് ജൈവവളം എന്ന് പറയുന്നത് മറ്റുള്ള വളങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ഗുണവിശേഷം അതിനുണ്ട്. കാര്യം അതിന്റെ പ്രകൃത്യാ തന്നെ ചകിരിച്ചോറിന് ജലശേഖരണത്തിനുള്ള കഴിവുണ്ട്. അതിനേക്കാൾ ഉപരി ചകിരിച്ചോറ് ജൈവവളമായി കഴിയുമ്പോൾ അത് പ്രകൃതിയുള്ള തനിമ നിലനിർത്തിക്കൊണ്ട് മെച്ചപ്പെട്ട കാർഷിക വിളകളെ പ്രദാനം ചെയ്യുന്നതിനുള്ള ഒരു സ്രോതസ്സായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കയർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ചകിരിച്ചോറ് ജൈവവളത്തിന്റെ ഉൽപാദനവും വിതരണവും അതുപോലെ തന്നെ അത് കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് വ്യാപരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും കയർ ബോർഡ് കൈക്കൊണ്ടിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഈ ചകിരിച്ചോറ് ഈ ജൈവവളത്തിന് എന്തെങ്കിലും ഇതിന് വലിയ പ്രാധാന്യം ഇങ്ങനെ വളം ഉണ്ടാക്കുന്നവർക്ക് എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് വല്ല പ്രോത്സാഹനമോ അല്ലെ അത് സർക്കാർ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ കർഷകർക്ക് വിതരണം ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും? സംസ്ഥാന സർക്കാർ ഈ ജൈവവളത്തിനെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിനും വ്യാപരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് എല്ലാ കൃഷിഭവൻ മുഖാന്തരവും ഈ ജൈവവളത്തിന്റെ ആ ഒരു പ്രചരണം ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രവുമല്ല, ഈ ചകിരിച്ചോറ് വ്യാവസായികപരമായിട്ട് അതിന്റെ ആ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വ്യക്തികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട അവസരങ്ങളും ഗവൺമെന്റ് തലത്തിൽ ഒരുക്കുന്നുമുണ്ട്. ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങാം. സർ, അപ്പം നമ്മൾ മൊബൈൽ ഫൈബർ എക്സ്ട്രാക്ടർ മെഷീനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സാർ, അതിന് ഒരു ബയോകെം ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അത് എന്താണ്, ഒന്ന് വിശദീകരിക്കാമോ? ഈ മൊബൈൽ ഫൈബർ എക്സ്ട്രാക്ഷൻ മെഷീൻ എന്ന് പറഞ്ഞാൽ പച്ചത്തൊണ്ട് നമ്മൾ മെഷീനകത്തിട്ട് പെട്ടെന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചകിരി നാരിനെ അതിന്റെ ഗുണമേന്മ എന്ന് പറഞ്ഞാൽ ശരിക്കും പച്ചത്തൊണ്ടിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു ചകിരിയാണ്. പെട്ടെന്ന് വരുമ്പോൾ അപ്പം ശരിക്കും അതിന്റെ മൃദുത്വവും തിളക്കവും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു പരിപരിപ്പ്, ആ ഒരു നേച്ചർ അതൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും അതിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ ആ മൃദുത്വ സ്വഭാവവും അതുപോലെ തന്നെ തിളക്കവും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് ഈ ബയോകെം ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ തൊണ്ടഴിക്ക് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സോഫ്റ്റ്നെസ്, ആ ഒരു ഇതിന് കിട്ടില്ല. അപ്പോൾ ഈ ബയോകെം ചെയ്താലേ തീർച്ചയായിട്ടും ബയോകെം ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും ബയോകെം എന്ന് പറയപ്പെടുന്നത് ശരിക്കും തൊണ്ടഴുക്കൽ സ്ഥലത്തു നിന്നും ശേഖരിക്കുന്ന ഒരു കൂട്ടം ഈ ഫിനോൾ ഡിഗ്രേഡിംഗ് ബാക്ടീരിയയുടെ ഒരു മിശ്രിതമാണ്. അത് നമ്മൾ പുളിയുടെ വെള്ളമാണ്, വാളം പുളിയുടെ ആ എക്സ്ട്രാക്റ്റിലെ അത് പ്രത്യേക ഒരു മീഡിയ, ഒരു ലായനിയിൽ വളർത്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ബയോകെം സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും വിഷ്വൽസ് സാറിന് കാണിക്കാൻ? തീർച്ചയായിട്ടും. അത് ശരിക്കും ബയോകെം ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ ക്വാളിറ്റി മെച്ചപ്പെടുത്തിയെടുക്കുന്ന ചകിരി നാരുകളെ നമുക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്
ഈ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ജനതാ മാട്രസ് ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ കയറിൻ്റെ നല്ല ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഈ മൃദുത്വമാർന്ന ചകിരി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റേ എന്ത് നമ്മൾ മൃദു സ്വഭാവം ആർജിക്കുന്ന കയറുകൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റും ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ മൃദുത്വമാർന്ന ചകിരിക്ക്. കാര്യം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ തുച്ഛമായ ഇതേ വരുന്നുള്ളൂ. സാർ, അപ്പോൾ ഈ ബയോകെം ട്രീറ്റ്മെന്റിന് എത്ര നാൾ വേണം? ബയോകെം ട്രീറ്റ്മെന്റ് കേവലം 12 മണിക്കൂർ മാത്രം മതിയാവും. ഈ ലായനി ചകിരിക്കെട്ടുകൾ വിടർത്തിയിട്ടിട്ട് ആ ചകിരിനാരുകൾക്ക് മുകളിൽ അങ്ങോട്ട് സ്പ്രേ ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂർ സമയം ട്രീറ്റ്മെന്റ് മതി. നല്ല തിളക്കവും മൃദുത്വമുള്ള ചകിരിനാരായിട്ട് ഇത് മാറ്റി എടുക്കാൻ സാധിക്കും. നാച്ചുറൽ ഹാബിറ്റാറ്റിലെ മാസങ്ങളോളം എടുക്കുന്ന പ്രൊസീജിയർ ഇവിടെ മൈക്രോ ഓർഗാനിസംസ് ഈ 12 മണിക്കൂർ കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാം. അതാണ് ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൂടുതൽ സൂക്ഷ്മാണു ജീവികളെ കൊടുക്കുന്നതുകൊണ്ടാണോ? എണ്ണം കൂടുതലാണ്. സൂക്ഷ്മാണു ജീവികളുടെ കൊടുക്കുന്നതുണ്ട്. അതിനേക്കാൾ ഉപരി ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ആ നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായ സ്രോതസ്സുകൾ ഈ ഒരു ഗുണമേന്മ പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസംസ് തന്നെ കൊടുത്ത് ചെയ്യുന്നോണ്ടായിരിക്കും ഒരു പക്ഷേ ഫാസ്റ്റ്. തീർച്ചയായിട്ടും. അപ്പൊ ഇത് ബയോകെം ട്രീറ്റ്മെന്റ് ഇന്ന് എല്ലാ കോക്കനട്ട് ഗ്രോയിങ് സ്റ്റേറ്റ്സിലും കേരളത്തിലും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, ഒറീസ അതുപോലെ തന്നെ മറ്റേ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇന്ന് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഈ ചകിരിയുടെ ഉൽപാദനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ബോർഡ് വികസിപ്പിച്ചെടുത്ത മറ്റെന്തെങ്കിലും സാങ്കേതിക നേട്ടങ്ങളെ കുറിച്ച്? നേരത്തെ ഒരു പ്രേക്ഷകൻ ചോദിച്ചത് ചകിരിച്ചോറ് ജൈവവളത്തിന്റെയാണ്. അത് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പം കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക പരിജ്ഞാനം തന്നെയാണ് ഈ ചകിരിച്ചോറ് ജൈവവളം. ഒരു നാളികേരം 160 ഗ്രാം ചകിരിച്ചോറ് പുറന്തള്ളുന്നതായിട്ടാണ് ശാസ്ത്രീയമായ അപഗ്രഥനം. ഇത് കുമിഞ്ഞുകൂടി പരിസ്ഥിതി മലിനീകരണ വസ്തുവായിട്ട് ഭവിക്കുകയായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴല്ല, നേരത്തെ. ഇന്നത് കണി കാണാൻ പോലും ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് കുമിഞ്ഞുകൂടെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകമായ രാസഘടന തന്നെയാണ്. കാരണം ചകിരിച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഈ ചകിരിച്ചോറ് കുമിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നത് അതിനകത്തിൽ കാണപ്പെടുന്ന ഏകദേശം 30% ലിഗ്നിനും അതുപോലെ തന്നെ 28% സെല്ലോസും ചേർന്നുള്ള ശക്തമായ ഒരു ബന്ധനമാണ്. അപ്പോൾ ഈ ബന്ധനത്തെ വിഘടിപ്പിക്കുവാൻ പ്രകൃതിയിൽ കാണുന്ന ജീവജാലങ്ങൾക്ക് കഴിവ് കുറവാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പ്രത്യേക ഓർഗനിസത്തെ കൊയർ ബോർഡ് വികസിപ്പിച്ചെടുത്തു. അതാണ് പിത്പ്ലസ് എന്നുള്ള വ്യാവസായിക നാമത്തിൽ അറിയപ്പെടുന്നത്. ഈ പിത്പ്ലസ് എന്ന് പറയുന്നത് പ്ലൂറോട്ടസ് സാജോർ കാജു എന്ന് പറയുന്ന ഒരിനം കൂൺവിത്താണ്. ഇത് നമ്മൾ ചകിരിച്ചോറിലെ ഇട്ട് 30 ദിവസം കൊണ്ട് ഒരു ജൈവവളമാക്കി മാറ്റാൻ പറ്റും. ഈ സാങ്കേതിക പരിജ്ഞാനം തന്നെ കൊയർ ബോർഡ് വികസിപ്പിച്ചിട്ടുള്ളത് വളരെ ലളിതമായ രീതിയിലാണ്. കാര്യം ഒരു സാധാരണ കൃഷിക്കാരൻ അവൻ്റെ വീടുകളിൽ തന്നെ ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഒരു ശാസ്ത്രീയമായ ഈ ഒരു സാങ്കേതിക പരിജ്ഞാനം പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. സാർ, അപ്പോൾ ഈ പിറ്റ് പ്ലസിന്റെ കൂടെ മറ്റേ ചകിരിച്ചോറിന്റെ കൂടെ പിറ്റ് പ്ലസും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്കത് ജൈവവളമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കൂ. ചകിരിച്ചോറും പിറ്റ് പ്ലസും മാത്രമല്ല, അതിന്റെ ആ ഒരു വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതെങ്കിലും തണലുള്ള ഒരു സ്ഥലം സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ 5 മീറ്റർ നീളം 3 മീറ്റർ വീതിയിലൊരു കോളം ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ നിരപ്പായ മണ്ണിൽ 100 കിലോ ചകിരിച്ചോറ് അങ്ങോട്ട് നിരത്തുക ഈ കോളത്തിനകത്ത്. എന്നിട്ട് ആദ്യം നമ്മൾ ഒരു പാക്കറ്റ് ഈ പിറ്റ് പ്ലസ് എന്ന് പറയുന്നത് ഈ 400 ഗ്രാമിന്റെ പാക്കറ്റാണ്. ഈ കൂൺവിത്ത് നമ്മൾ കൊയർ ബോർഡിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നത് വിത്താണത്. കൊയർ ബോർഡിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നത് ഈ കൂൺവിത്ത് നമ്മൾ അതിന്റെ മണ്ടയ്ക്ക് തുല്യമായിട്ട് അങ്ങോട്ട് വിരിക്കുന്നു. എന്നിട്ട് അതിന് മുകളിൽ അടുത്ത 100 കിലോ ചകിരിച്ചോറ് ഇടുന്നു. അതിന് മുകളിലെ ഏതെങ്കിലും നൈട്രജൻ സപ്ലിമെന്റ്, യൂറിയ എന്ന് പറയുന്ന കൃത്രിമമായ നൈട്രജൻ സപ്ലിമെന്റ് ഇടാം. അല്ലെങ്കിൽ പ്രകൃതിയിൽ തന്നെ പ്രകൃതി സ്രോതസ്സായിട്ടുള്ള നമ്മുടെ ഈ അസോള പായൽ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫിഷ് വേസ്റ്റ്, അല്ലെങ്കിൽ വേപ്പം പിണ്ണാക്ക്, ഇത് മൂന്നും ഒരു കോമ്പിനേഷൻ 2:1:2 എന്നുള്ള അനുപാതത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാലും 30 ദിവസം കൊണ്ട് ജൈവവളം ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്കൊരു കോളം എന്ന് പറയുന്നത് ഏകദേശം ഒരു ടണ്ണിന്റെ അല്ലെങ്കിൽ 5 ടണ്ണിന്റെ കൂനകളായിട്ട് നമുക്ക് നിർത്താവുന്നതാണ്. എന്നിട്ട് നമ്മൾ ദിവസവും ജലാംശം ഇതിൽ തങ്ങി നിൽക്കത്തക്ക രീതിയിൽ അതിൽ വെള്ളം തളിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, വളരെ ലളിതമായ രീതിയിൽ ഒരു കർഷകന് തന്നെ ചെയ്യാവുന്ന ആ ഒരു രീതിയിലാണ് കയർ ബോർഡ് ഇത് സജ്ജമാക്കി ഈ ടെക്നോളജി പ്രാവർത്തികമാക്കി വരുന്നത്. സാറ് കയർ പിത്തിനെ കുറിച്ച് പറഞ്ഞു, ചകിരിച്ചോറിനെ കുറിച്ച് പറഞ്ഞു. അത് എങ്ങനെയാണ് നമ്മൾ ചകിരിച്ചോറ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? ചകിരിച്ചോറ് ഞാൻ പറഞ്ഞല്ലോ, മൊബൈൽ ഫൈബർ എക്സ്ട്രാക്ഷൻ മെഷീൻ എന്ന് പറയുന്ന മെഷീനിലേക്ക് തൊണ്ട് നമ്മൾ ഇടുമ്പോൾ ചകിരിനാരുകൾ വേർതിരിക്കും, ചകിരിച്ചോറ് പുറന്തള്ളുകയും ചെയ്യുന്നു. ഈ ചകിരിച്ചോറ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ജൈവവളമാക്കി മാറ്റുന്നതിനുള്ള സാങ്കേതിക പരിജ്ഞാനമാണ് കയർ ബോർഡ് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ഈ ചകിരിച്ചോറ് ജൈവവളമാക്കുന്ന പൂവിത്താണ്.
അത് ശരിക്കും ആദ്യത്തെ ചിത്രം എന്ന് പറഞ്ഞ ചകിരിച്ചോറും, രണ്ടാമത്തത് ചകിരിച്ചോറ് ജൈവവളവും. എന്തെങ്കിലും മറ്റ് വ്യാവസായിക പ്രാധാന്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ചകിരിച്ചോറ് ജൈവവളം എന്ന് പറയപ്പെടുന്നത് മറ്റുള്ള വളങ്ങളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ഉത്തമമായ ജൈവവളമാണ്. കാര്യം ഇതിൽ ജലാംശത്തിന്റെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ചകിരിച്ചോറിന് പ്രകൃതിയാവുന്നുണ്ട്. കപ്പാസിറ്റി, അതായത് മറ്റൊരു പദാർത്ഥത്തിനും ഇല്ലാത്ത രീതിയിൽ 600 to 800 ടൈംസ് ദാൻ ഇറ്റ്സ് വെയിറ്റ് എന്നാണ്. അതിന്റെ ഭാരത്തിന്റെ 600 മുതൽ 800% ജലാംശത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. അപ്പം ഈ ചകിരിച്ചോറ് ജൈവവളം ആയി കഴിയുമ്പോഴും ഈ ഗുണവിശേഷം ഇതിൽ അവശേഷിക്കുന്നതുകൊണ്ട് മറ്റുള്ള വളങ്ങളെ അപേക്ഷിച്ച് ഇതിനുള്ള ഏറ്റവും ഗുണമേന്മ തന്നെ ജലശേഖരണത്തിനുള്ള കഴിവ്. രണ്ടാമത് ഈ പാക്യജനകം, ക്ഷാരം, ഭാവകം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്ന് പറയുന്ന സസ്യവളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ മൂലകങ്ങളെ ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. NPK മിക്സർ. അതുപോലെ നമ്മൾ ഏതൊരു വളം സസ്യത്തിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു മാധ്യമത എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ pH വാല്യൂ ആണ്. അത് അമ്ലഗുണമുള്ളതാണോ ക്ഷാരഗുണമുള്ളതാണോ? അപ്പോൾ അത് പ്രധാന ഒരു ഘടകമാണ്. ഇവിടെ ഈ pH വാല്യൂ എന്ന് പറയുന്നത് 6.8 മുതൽ 6.9 വരെ ന്യൂട്രൽ ലെവലിലേക്ക് വരുന്ന ഇതാണ്. അപ്പം ഏത് ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ആഗിരണം ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഈ ചകിരിച്ചോറ് ജൈവവളം ഒരുക്കുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ഏതെല്ലാം ചെടികൾക്ക് ഉപയോഗിക്കാം, ഏത് ചെടിക്കും ഉപയോഗിക്കാം? അതിൽ പർട്ടിക്കുലർ ചെടികളുണ്ടോ? ഇത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും ഇതിന്റെ ഫീൽഡ് ലെവൽ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അവർ പാക്കേജ് ഓഫ് പ്രാക്ടീസിൻ്റെ ഡോസേജ് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാവുന്ന ഉത്തമമായ ഒരു ജൈവവളമായിട്ട് ചകിരിച്ചോറ് ജൈവവളത്തെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും സവിശേഷതകളുണ്ടോ ഈ ഒരു ജൈവവളത്തിന്? ഈ ജൈവവളത്തിനുള്ള മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമേന്മ എന്ന് പറയപ്പെടുന്നത് നമുക്ക് വളരെ ലളിതമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജൈവവളമാണ്. നമ്മൾ 30 ദിവസമേ ഇതിന്റെ ആ ഒരു പ്രൊഡക്ഷൻ പീരീഡ് ഉള്ളൂ. പിന്നെ ഇത് ഉപയോഗിച്ച് നമ്മൾ പച്ചക്കറികളാണെങ്കിലും പൂന്തോട്ട പരിപാലനമാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയാണെങ്കിലും അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്താം. കാര്യം ഈ രാസവളങ്ങളുടെയും അതുപോലെ കീടനാശിനികളെയും ഒക്കെ ചേർക്കുന്ന ഒരു പ്രതിരോധ ശേഷി ഈ ചകിരിച്ചോറ് ജൈവവളത്തിനുണ്ട്. അതുപോലെ തന്നെ വായു സഞ്ചാരം, മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ വായു സഞ്ചാരം മണ്ണിൽ ശരിക്കും ഉറപ്പുവരുത്തും. അപ്പൊ ചെടികളുടെ വേരുകളുടെ വളർച്ചയെ ഒരുപാട് ഓക്സിജൻ അകത്തേക്ക് ചെല്ലാനും അതിന്റെ വേരുകൾക്ക് കൂടുതൽ ആഗിരണം ചെയ്യാനും സാധിക്കും. അപ്പൊ ഈ ചകിരിച്ചോറ് ജൈവവള നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അതിനെ പ്രചാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കയർ ബോർഡ് പ്രത്യേകിച്ച് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കയർ ബോർഡിന് പ്രധാനമായിട്ടും 5 റീജിയണൽ ഓഫീസുകളാണ്. കേരളത്തിലുണ്ട്, തമിഴ്നാട് പൊള്ളാച്ചിയിലുണ്ട്, കർണാടകയിലെ ബാംഗ്ലൂരുണ്ട്, പിന്നെ ആന്ധ്രാപ്രദേശിലെ രാജമന്ത്രിയുണ്ട്, അതുപോലെ തന്നെ ഒറീസ ഭുവനേശ്വറിലുണ്ട്. ഇത് കൂടാതെ 27 ഷോറൂമുകളും 2 അല്ലാതെ ഔട്ട്ലെറ്റുകളുമുണ്ട്. അപ്പോൾ കയർ ബോർഡ് അതുപോലെ സബ് റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്. ഈ കയർ ബോർഡ് എല്ലാ റീജിയണൽ ഓഫീസ് മുഖാന്തരവും എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് പ്രാവർത്തികമാക്കി ഈ ചകിരിച്ചോറ് ജൈവവള നിർമ്മാണം ഇന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും അതുപോലെ ഉപയോഗിക്കുന്നതിനുമുള്ള ഡെമോൺസ്ട്രേഷൻസ് കയർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് നടത്തി കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, പ്രൈം മിനിസ്റ്ററുടെ ഈ കയർ ഉദ്യമി യോജന പദ്ധതിയിലെ ഈ ചകിരിച്ചോറ് ജൈവവള നിർമ്മാണ യൂണിറ്റ്, ഇത് മാത്രമല്ല മറ്റ് സാങ്കേതിക വിദ്യകളുടെയും വ്യവസായ യൂണിറ്റുകൾക്ക് അതിന് 10 ലക്ഷം രൂപ വരെയുള്ള ആ ഒരു ലോൺ ക്രെഡിറ്റ്, അത് ശരിക്കും 5% ബെനിഫിഷ്യറി ക്രെഡിറ്റാണ്. അതുപോലെ 55% ബാങ്കും അതുപോലെ തന്നെ ബാക്കി 40% സബ്സിഡിയുമാണ്. കയർ ബോർഡിന്റെ ഭാഗത്തുനിന്നുള്ള ഇത് വ്യാപരിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണത്. നമ്മുടെ പ്രേക്ഷകർക്ക് ധാരാളം ചോദ്യങ്ങൾ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടാവും. എൻ്റെ അഡ്രസ്സ് എന്തായാലും പറയാം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സീനിയർ സയന്റിഫിക് ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൈക്രോബയോളജി, ദേശീയ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാലവൂർ, ആലപ്പുഴ. ഫോൺ 9497442044. ഓഫീസിലെ നമ്പർ കൂടെ പറയാം, 0477225894. സർ, നമുക്കിപ്പോൾ നമ്മുടെ സമയപരിധി തീരം നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇവിടുത്തെ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് നമുക്ക് ശരിക്കും പറയാനുണ്ട്. കൊക്കോ ലോൺ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഭൂവസ്ത്രം, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് സമയമില്ല. നമ്മൾ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും നേരം സാറ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വിലപ്പെട്ട കാര്യങ്ങൾ നമ്മളെ പോലുള്ളവരെ അറിയിച്ചു വന്നതിന് നന്ദി, നമസ്കാരം.